PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി കൃത്യമായ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എടുത്തു പോരുകയാണ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തു പോരുക. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സിലബസ് പ്രകാരമാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 54ഓളം ക്ലാസ്സുകൾ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് കൃത്യമായിട്ടുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസ് പ്രകാരം. ഇതിൻ്റെയൊക്കെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. മറക്കണ്ട, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ. അത് വീഡിയോക്ക് ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ ഇത് ഏതൊക്കെ ടോപ്പിക്സ് എടുത്തു പോയി നോക്കാം. പൊതുവിജ്ഞാനം നമ്മൾ എടുത്തു കഴിഞ്ഞു. പൊതുവിജ്ഞാനം മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ട് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും നോക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ടോപ്പ് ഇതിനു മുമ്പ് വീഡിയോ കണ്ടു നോക്കാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം ജീവകങ്ങളും ധാതുക്കളും എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആരെങ്കിലും അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ലഭ്യമാണ് കേട്ടോ. സിലബസിനെ കവർ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ആണ് നമ്മൾ നൽകുന്നത്. നിങ്ങൾക്ക് മെറ്റീരിയൽ സപ്പോർട്ട് മുഴുവൻ നൽകുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും കേട്ടോ. അപ്പൊ നമുക്ക് ജീവകങ്ങളും ധാതുക്കളും എന്നുള്ള ടോപ്പിക്ക് നോക്കാം. അപ്പൊ മറക്കണ്ട, ഈ വീഡിയോ കാണുന്ന എല്ലാവരും അസിസ്റ്റന്റ് സെയിൽസ്മാനും മെറ്റീരിയൽസ് ഉപയോഗപ്പെടുത്തുക. അതിനകത്ത് SCRT പാഠപുസ്തകങ്ങൾ ഉൾക്കൊള്ളിച്ച് സോഷ്യൽ സയൻസിന്റെ SCRT പാഠപുസ്തകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ് മുഴുവൻ മെറ്റീരിയൽസും അതുപോലെ പ്രീവിയസ് ഇയർ സെറ്റ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ. അതിൽ നിന്ന് എന്തായാലും ഷുഗർ കട്ടായിട്ട് ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ഈ മെറ്റീരിയൽ ചെയ്തെടുത്തേക്കുന്നത്. വേണ്ടവർ മെസ്സേജ് അയക്കാം. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ഏത്? ജീവകം എന്ന് വിളിക്കുന്നത്. അപ്പൊ ജീവകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ്. ആകെ 13 ജീവകങ്ങളുള്ളത് 8 ജീവകം ബി കോംപ്ലക്സിൽ പെടുന്നു. അപ്പൊ എത്ര ജീവകങ്ങളുണ്ട്? 13 ജീവകങ്ങളാണ് ഉള്ളത്. അതിൽ 8 ബി കോംപ്ലക്സിൽ പെടുന്നവയുമാണ്. ജീവകങ്ങളെ കൊഴുപ്പിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കുക എന്നിവ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അപ്പൊ ജീവകങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? 2 ഡിവിഷൻ ജീവകങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കൊഴുപ്പിൽ ലയിക്കുന്നതും മറ്റൊന്ന് എന്താണ്? ജലത്തിൽ ലയിക്കുന്നതും. ഇനി കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാ? ADEK, A, D, E, K എന്നീ എന്താണ് ജീവകങ്ങളാണ് അല്ലെങ്കിൽ വൈറ്റമിൻസ് ആണ് എന്ത് ചെയ്യുന്നത്? കൊഴുപ്പില് ലയിക്കുന്നത്. ഇനി ജലത്തിൽ ലയിക്കുന്നവയോ? ബിസി, ബിയും സിയും. അപ്പൊ അത് എങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം? അതായത് എന്താണ്? ബിസി ആയതുകൊണ്ട് നമുക്ക് വെള്ളം കുടിക്കാൻ പോലും സമയം കിട്ടിയില്ല എന്ന് ഓർക്കുക കേട്ടോ. ബിസി ആയതുകൊണ്ട് വെള്ളം കുടിക്കാൻ പോലും സമയം കിട്ടില്ല. അപ്പൊ ബിയും സിയും ബിസി ആയതുകൊണ്ട് ബി, സി എന്നീ മൂലകങ്ങൾ വെള്ളം കുടിക്കാൻ, വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? ജലമാണല്ലേ. ജലത്തിൽ ലയിക്കുന്നവ ഏതാ? ബിയും സിയും. ബാക്കി എല്ലാം എവിടെയാ ലയിക്കുന്നത്? കൊഴുപ്പിലാണ് ലയിക്കുന്നതെന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ A, D, E, K കൊഴുപ്പിൽ ലയിക്കുന്നു. ബിയും സിയും ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ്. അപ്പൊ ബിസി ആയതുകൊണ്ട് വെള്ളം കുടിക്കാൻ സമയം കിട്ടില്ല. ബിയും സി എവിടെ ലയിക്കുന്നതാ? ജലത്തിൽ. ADEK എവിടെ ലയിക്കുന്നതാ? നമ്മുടെ കൊഴുപ്പില് ലയിക്കുന്നതാ. അത് ഓർത്തിരിക്കണം കേട്ടോ. വൈറ്റമിനുടെ ആധിക്യം മൂലം ശരീരത്തിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ജീവാധിക്യം എന്ന് വിളിക്കുന്നത് കേട്ടോ. ജീവാധിക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റമിനുടെ ആധിക്യം മൂലം ശരീരത്തിന് ഉണ്ടാകുന്ന അവസ്ഥയാണ്. അപ്പോ എന്താണ്? കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ജീവകം. ആകെ 13 ജീവകം ഉള്ളതിൽ 8 ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നു. ജീവങ്ങളെ കൊഴുപ്പിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കുന്നവ എന്ന് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്നത് A, D, E, K. ജലത്തിൽ ലയിക്കുന്നത് ഏതൊക്കെയാ? ബിയും സിയും ആണെന്ന് ഓർക്കുക. ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകമാണ് ജീവകം A. അപ്പൊ നമുക്കിനി ജീവകം A യെ കുറിച്ചിട്ടാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പൊ ജീവകം A യെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരിക്കാം. എന്താണ് ജീവകം A എന്ന് പറഞ്ഞാൽ? ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകമാണ് ജീവകം A. പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന ജീവകം. ഇത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ചോദ്യമാണ് ഇവിടെ. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മാറിപ്പോകുന്നതും PSC മാറിപ്പോകും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം ഇവിടെയുണ്ട്. എന്താണ്? പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക്, നോട്ട് ചെയ്യണേ, പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന ജീവകം ചോദിക്കുവാണെങ്കിൽ ജീവകം A ആണ്. പല്ലുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ജീവകം ചോദിക്കുവാണെങ്കിലോ അത് വൈറ്റമിൻ D ആണ് കേട്ടോ. മാറിപ്പോവരുത്. എന്താണ്? പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണം ഏതാ? വൈറ്റമിൻ A ആണ്. പല്ലുകളുടെ
എന്താണ് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ചോദിക്കുവാണെങ്കിലോ അത് വൈറ്റമിൻ ഡി ആണ് കേട്ടോ. പലപ്പോഴും ഇത് മാറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. ജീവകം എ സപ്ലിമെന്റ് രൂപത്തിൽ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജീവകം എ ആണ്. ജീവകം എ സംഭരിക്കപ്പെടുന്ന എവിടെയാ? കരളില്. നമ്മൾ ഇന്നത്തെ ക്ലാസ് കരളിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ജീവകം എ എന്താണ് എവിടെ സംഭരിക്കപ്പെടുന്നു? കരളില് സംഭരിക്കപ്പെടുന്നു. അപ്പൊ ഇലക്കരളിൽ ധാരാളമായി ലഭിക്കുന്ന ജീവകമാണ് ജീവകം എ. പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന ജീവകം എ ആണ്. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. ജീവകം എ സപ്ലിമെന്റ് രൂപത്തിലും ലഭ്യമാണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ജീവകം എ ആണ്. ജീവകം എ സംഭരിക്കുന്ന എവിടെയാ? കരളിലാണ്. ഇനി വൈറ്റമിൻ ഡി യെ കുറിച്ച് നോക്കാം കേട്ടോ. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ഏത്? ജീവകം ഡി. കാൽസിഫെറോൾ എന്നാണ് ജീവകം ഡിയുടെ ശാസ്ത്രനാമം വരുന്നത്. സൂര്യപ്രകാശത്തിന്റെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ഏത്? ജീവകം ഡി എന്ന് പറയുന്ന ജീവകം ഡിയുടെ രാസനാമം എന്താ? കാൽസിഫെറോൾ എന്നാണ്. ശരീരത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ജീവകമാണ് ജീവകം ഡി. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യം ഏതാ? വൈറ്റമിൻ ഡി ആണ്. ഹോർമോണിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? ഹോർമോണിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ ഡി. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകം. പച്ചക്കറികളിൽ നമുക്ക് ലഭിക്കാത്തത് ഏതാ? വൈറ്റമിൻ ഡി ആണ്. ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഏതാ? വൈറ്റമിൻ എ ആണ് കേട്ടോ. അപ്പൊ സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മിയുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി എന്ന് പറയുന്നത്. ശരീരത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ജീവകമാണ്. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ജീവകമാണ്. ഹോർമോണിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നു. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം കൂടിയാണ് ജീവകം ഡി. ഇനി നമുക്ക് ജീവകം ഇയെ കുറിച്ച് നോക്കാം. ഹോർമോണായി കണക്കാക്കുന്ന ജീവകം. ഒരു ഹോർമോൺ ആയാണ് എന്ത് കണക്കാക്കപ്പെടുന്നത്? ജീവകം ഇ കണക്കാക്കപ്പെടുന്നത്. ഒരു നിരോക്സികാരി ആയിട്ടുള്ള ജീവകം കൂടിയാണ് ജീവകം ഇ. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം. നമ്മൾ ഹൃദയം പഠിച്ച പറഞ്ഞായിരുന്നല്ലേ? ഹൃദയത്തെ ഹാർട്ടിനെ സംരക്ഷിക്കുന്ന വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞു. ഹോർമോണെ കണക്കാക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. ഒരു നിരോക്സികാരി കൂടിയാണ് വൈറ്റമിൻ ഇ. ഹൃദയത്തെ സംരക്ഷിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ. മുട്ടയുടെ വെള്ളയിൽ ഏതാ അടങ്ങിയിരിക്കുന്നത്? വൈറ്റമിൻ ഇ ആണ് മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്നത്. നവജാത ശിശുക്കളുടെ നേരിയ ഹീമോലൈറ്റിക് അനീമിയ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. മുട്ടയിൽ അടങ്ങിയിരിക്കുന്നു. നവജാത ശിശുക്കൾ നേരിയ ഹീമോലൈറ്റിക് അനീമിയ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള വൈറ്റമിൻ ഇ ആണെന്ന് ഓർക്കുക. ഇനി നമുക്ക് അടുത്തത് വൈറ്റമിൻ കെ ആണ് കേട്ടോ. വൈറ്റമിൻ കെയെ കുറിച്ച് നോക്കാം. വൈറ്റമിൻ കെയുടെ പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത് ക്യാബേജ്, കോളിഫ്ലവർ, മുട്ട, മത്സ്യം, മാംസം എന്നിവയൊക്കെയാണ് ജീവകം കെയുടെ പ്രധാനപ്പെട്ട സ്രോതസ്. ജീവകം കെയുടെ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏതാ? പ്രോത്തോംബിൻ ആണ് ഈ ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു. രക്തസ്രാവം തടയാനായി ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയ നിർമ്മിക്കുന്ന ജീവകം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ല. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയ നിർമ്മിക്കുന്ന ജീവകം ഏതാ? ജീവകം കെ ആണ്. വൈറ്റമിൻ കെയുടെ സ്രോതസ് ഏതാ? ക്യാബേജ്, കോളിഫ്ലവർ, മുട്ട, മത്സ്യം, മാംസം. അതുപോലെ രക്തസ്രാവം തടയാൻ ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ കെ ആണ്. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയ നിർമ്മിക്കുന്ന എവിടെയാ? വൈറ്റമിൻ കെ ആണ്. ഇനി അടുത്തത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ കെ ആണ്. രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ധാതു ഏതാ? ധാതു കാൽസ്യം ആണ്. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ധാതു കാൽസ്യം ആണ്. രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം എത്രയാ? 3 മുതൽ 8 മിനിറ്റ് വരെയാണ് കേട്ടോ. SCRT പ്രകാരം 8 മുതൽ 15 മിനിറ്റ് വരെയാണെന്ന് പറഞ്ഞു. ശരിക്കും 3 മുതൽ 8 മിനിറ്റ് വരെയാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫാബ്രിനോജൻ ആണ് കേട്ടോ. ഫാബ്രിനോജൻ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറയുന്നത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതാ? ത്രോംബോകൈനേസ് ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് കേട്ടോ. രക്തബാങ്കിന്റെ ഉപജ്ഞാതാവ് ആരാണ്? രക്തബാങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കണ്ടുപിടിച്ചത് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ്. രക്തബാങ്ക് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ്, അത് രക്തബാങ്കിന്റെ ഉപജ്ഞാതാവ്. രക്തബാങ്ക് സ്ഥാപിതമായത് അമേരിക്കയിലാണ്. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ്, ഇത് PSC പരീക്ഷ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. -4 ഡിഗ്രി ആണ്. എത്രയാണ്? -4 ഡിഗ്രിയിലാണ് രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ്. രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ് ആണ് രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു. അപ്പൊ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്.
രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ധാതു കാൽസ്യമാണ്. രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം 3 മുതൽ 8 മിനിറ്റ് വരെയാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫാബ്രിനോജൻ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോക്നെക്സ് ആണ്. രക്തബാങ്കിന്റെ ഉപജ്ഞാതാവ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ്. ആദ്യ രക്തബാങ്ക് സ്ഥാപിതമായത് അമേരിക്കയിലാണ്. രക്തബാങ്കിൽ നിന്ന് രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് -4 ഡിഗ്രി ആണ്. രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ വേണ്ടി രക്തബാങ്കിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് അടുത്ത വൈറ്റമിൻ നോക്കാം. അടുത്ത വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ ബി എന്ന് പറയുന്നത്. തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ഏത്? ജീവകം B1. തവിട് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതാണ് ജീവകം ബി എന്ന് പറയുന്നത്. അമിത മദ്യപാനികൾക്ക് നൽകുന്ന ജീവകം തയാമിൻ ആണ് കേട്ടോ. അമിത മദ്യപാനികൾ നൽകുന്ന ജീവകമാണ് ഏത്? ജീവകം ബി. അതായത് തയാമിൻ എന്നാണ് ജീവകം ബിയുടെ രാസനാമമായിട്ട് വരുന്നത് കേട്ടോ. വൈറ്റമിൻ ബിയുടെ അപര്യാപ്ത കാരണം വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. വായ്പുണ്ണ് ഉണ്ടാവാറില്ല. അതെന്തുകൊണ്ടാ? ഈ വൈറ്റമിൻ ബിയുടെ അപര്യാപ്തത മൂലമാണ് ഉണ്ടാകുന്നത്. തവിടിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി എന്ന് പറയുന്നത്. അമിത മദ്യപാനികൾ നൽകുന്ന ജീവകമാണ് ഏത്? തയാമിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ബി എന്ന് പറയുന്നത്. വൈറ്റമിൻ ബിയുടെ അപര്യാപ്ത കാരണം വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ വായ്പുണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങൾ. ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ട് ചെറുകുടലിൽ ഉണ്ടാകുന്ന ജീവകങ്ങൾ ഏതൊക്കെയാ? ജീവകം B7, ജീവകം B5, ജീവകം K, B12 എന്നിവയൊക്കെയാണ് ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ട് ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങൾ. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് B2 ആണ് കേട്ടോ. ജീവകം B2 ആണ് വൈറ്റമിൻ ജി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ജീവകം H എന്നറിയപ്പെടുന്നോ? ജീവകം B7 ആണ് ജീവകം H എന്ന പേരിൽ അറിയപ്പെടുന്നത്. എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ജീവകമാണ് ജീവകം H കേട്ടോ. എലീസ ടെസ്റ്റിനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ജീവകം H ഉപയോഗിക്കുന്നതെന്ന് ഓർക്കുക. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകം. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം ഏതാണ്? B9 ആണ്. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം B12 ആണ്. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം. ജീവകം B12 മനുഷ്യനിർമ്മിത രൂപം ഏതാ? ജീവകം B12ന്റെ കൊബാലമിൻ എന്ന് പറഞ്ഞ എന്താ? ജീവകം B12ന്റെ മനുഷ്യനിർമ്മിത രൂപമാണ്. ശരീരത്തിൽ കൊബാൾട്ടിന്റെ പ്രധാന ധർമ്മം എന്താ? ഇരുമ്പിനെ ആഗീകരണം ചെയ്യുക എന്നതാണ്. ജീവകം B3യുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന പെല്ലഗ്ര രോഗം ബാധിക്കുന്ന എവിടേക്കാ? ത്വക്ക്, അന്നപദം, നാഡീ വ്യവസ്ഥയൊക്കെ ബാധിക്കുന്ന രോഗമാണ് പെല്ലഗ്ര. അപ്പൊ രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകമാണ് B9 എന്ന് പറയുന്ന കൊബാൾട്ട് അടങ്ങിയ ജീവകം B12 ആണ്. ജീവകം B12 മനുഷ്യനിർമ്മിത രൂപമാണ് ഏത്? സൈനോകൊബാലിൻ എന്ന് പറയുന്നത്. മനുഷ്യരത്തിൽ കൊബാൾട്ട് പ്രധാന ധർമ്മം ഇരുമ്പിനെ ആഗീരണം ചെയ്യുക എന്താണ്? ജീവകം B3യുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന പെല്ലഗ്ര രോഗം ബാധിക്കുന്ന ത്വക്ക്, അന്നപദം, നാഡീ വ്യവസ്ഥ എന്നിവയാണ് കേട്ടോ. മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിന്റെ അഭാവം മൂലമാണ്? ജീവകം സിയുടെ അഭാവം മൂലമാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഈ രക്തം മുറിവ് ഉണങ്ങാനൊക്കെ കാലതാമസം എടുക്കുന്നത്. അപ്പൊ വൈറ്റമിൻ സിയെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജലദോഷത്തിന് ഉത്തമ ഔഷധമായിട്ടുള്ള ജീവകമാണ് ഏത്? ജീവകം സി. ജലദോഷത്തിന് ഏറ്റവും ഔഷധ ഗുണമായിട്ട് കരുതപ്പെടുന്ന ഏതാ? ജീവകം സി ആണ്. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകം. രോഗപ്രതിരോധ ശക്തിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ജീവകം സി ആണ്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നത് വൈറ്റമിൻ സി ആണ്. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ഉപയോഗിക്കുന്നത് ഈ വൈറ്റമിൻ സി ആണ്. അപ്പൊ മുറിവ് ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് വൈറ്റമിന്റെ അഭാവം മൂലമാണ്? വൈറ്റമിൻ സിയുടെ അഭാവം മൂലമാണ്. ജലദോഷം ഒരു ഉത്തമ ഔഷധമായി മാറുന്ന വൈറ്റമിൻ സി ആണ്. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം സി. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം സി ആണ്. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം കൂടിയാണ് ഈ വൈറ്റമിൻ സി എന്നത്. അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഓരോ വൈറ്റമിൻസ് ഏത് ഫ്രൂട്ട്സിലൊക്കെ അടങ്ങിയിരിക്കുന്നില്ല. നമുക്ക് എവിടേക്കാണ് പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് നോക്കാം. ഒന്ന് ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ സി ആണ് കേട്ടോ. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്ന് പറയുന്നത് ഏതാ? ഇനി നമുക്ക് വൈറ്റമിൻസുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് കാര്യങ്ങളോട് ഒന്ന് നോക്കാം. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാ? വൈറ്റമിൻ സി ആണ് ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ഫ്രഷ് ഫ്രൂട്ട്സിലൊക്കെ ചെറിയൊരു പുളിപ്പില്ലേ? ഇപ്പൊ നാരങ്ങ, അങ്ങനെയുള്ള സാധനങ്ങൾ, മുന്തിരി, അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഒരു പുളിയില്ലേ? പേരയ്ക്ക, അങ്ങനെ എല്ലാത്തിനും പുളിപ്പുള്ള ഫ്രൂട്ട്സിനൊക്കെ ഈ വൈറ്റമിൻ സി ഉണ്ടായിരിക്കും. ഇനി സൺഷൈൻ വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ എന്താ? സൺഷൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെ? സണ്ണിൽ നിന്ന് കിട്ടുന്ന. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്ത് ഓർക്കുക, വൈറ്റമിൻ ഡി ആണ്. ആന്റി റിക്കറ്റ് വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി ആണ്. സിറോയിഡ് വൈറ്റമിൻ ഡി ആണ്. ബ്യൂട്ടി വൈറ്റമിൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ബ്യൂട്ടി വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ആണ്. ഹോർമോൺ വൈറ്റമിൻ ഇ ആണ്. അതുപോലെ കൊയാഗുലേഷൻ വൈറ്റമിൻ കെ ആണ്. ആന്റി പെല്ലഗ്ര വൈറ്റമിൻ ബി
ആന്റി സീറോഫ്താൽമിക് വൈറ്റമിൻ റെറ്റിനോൾ ആണ്, അത് വൈറ്റമിൻ എ ആയിട്ട് വരും. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ സി, സൺഷൈൻ വൈറ്റമിൻ ഡി, ആൻഡ് റിക്കറ്റ് വൈറ്റമിൻ ഡി, സിറോയിഡ് വൈറ്റമിൻ ഡി, ബ്യൂട്ടി വൈറ്റമിൻ ഇ, ആന്റിസിലിറ്റ് വൈറ്റമിൻ ഇ, ഹോർമോൺ വൈറ്റമിൻ ഇ, കൊയാഗുലേഷൻ വൈറ്റമിൻ കെ, ആന്റി പെല്ലഗ്ര വൈറ്റമിൻ ബി3, ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ റെറ്റിനോൾ, അതായത് വൈറ്റമിൻ എ. ഇത്രയുമാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. അത് ചോദിക്കാൻ സാധ്യതയുള്ളതോ കൂടിയാണ്, അതുകൊണ്ട് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് വൈറ്റമിൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളും അവരുടെ ധർമ്മവും എന്താണെന്ന് ജസ്റ്റ് നോക്കാം. അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. വൈറ്റമിൻ എ, ക്യാരറ്റ്, ചീര, പാൽ ഉൽപ്പന്നങ്ങള്, അതുപോലെ എന്താണ് കരള്, പയറില, ചേമ്പില, മുരിങ്ങയില, മീൻ, എണ്ണ എന്നിവയാണ് ഈ വൈറ്റമിൻ എ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത്. ധർമ്മം കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യമാണ് വൈറ്റമിൻ എയുടെ ധർമ്മമായിട്ട് വരുന്നത്. ഇനി പാലുൽപ്പന്നങ്ങൾ, മത്സ്യം, മീനെണ്ണ, സസ്യ എണ്ണ, മുട്ടയുടെ മഞ്ഞ, പാല്, മുളപ്പിച്ച ധാന്യങ്ങള് എന്നിവയിലാണ് വൈറ്റമിൻ ഡി കാണപ്പെടുന്നത്. വൈറ്റമിൻ ഡിയുടെ ധർമ്മം എന്താ? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യവും കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗീകരണമാണ് വൈറ്റമിൻ ഡിയുടെ ധർമ്മം. ഇനി വൈറ്റമിൻ ഇ എന്താ? ക്യാബേജ്, ചീര, കോളിഫ്ലവർ, മുട്ട, മത്സ്യം, മാംസം എന്നിവയാണ് വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്നത്. നാഡികളുടെയും ചുമന്ന രക്താണുക്കളുടെയും ആരോഗ്യമാണ് വൈറ്റമിൻ ഇയുടെ ധർമ്മമായിട്ട് വരുന്നത്. ഇനി വൈറ്റമിൻ കെ, ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കള് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻ കെയുടെ ധർമ്മം. വൈറ്റമിൻ ബി എന്ന് പറഞ്ഞ പഴങ്ങള്, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിലാണ് വൈറ്റമിൻ ബി കാണപ്പെടുന്നത്. ധാനികം, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുമന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം, ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യമൊക്കെയാണ് വൈറ്റമിൻ ബിയിൽ വരുന്നത്. അപ്പൊ ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരള്, തേയില, ചേമ്പില, പയറില, മുരിങ്ങയില, മീൻ, എണ്ണ എന്നിവയ്ക്കാണ് വൈറ്റമിൻ എ കാണപ്പെടുന്നത്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം, വൈറ്റമിൻ ഡിയുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗീകരണവുമാണ്. ഈ ആണെങ്കിലോ നാഡികളുടെയും ചുമന്ന രക്താണുക്കളുടെയും ആരോഗ്യം. കെ, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. ബി, ധാനികം, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്ത ചുമന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം, ത്വക്ക്, പല്ല്, മോണ, രക്തകോശം എന്നിവയുടെയൊക്കെ ആരോഗ്യമാണ് വൈറ്റമിൻ ബിയില് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. വൈറ്റമിൻ രേഖത്തിനനുസരിച്ച് അവയെ എത്രയെ തരംതിരിച്ചിരിക്കുന്നു? രണ്ടായിട്ട് അല്ലെ. ഏതൊക്കെയാ? ജലത്തിൽ ലയിക്കുന്നവ, കൊഴുപ്പിൽ ലയിക്കുന്നവ. ജലത്തിൽ ലയിക്കുന്ന ഏതൊക്കെയാ? ബിയും സിയുമാണ് ജലത്തിൽ ലയിക്കുന്നത്. കൊഴുപ്പിൽ ലയിക്കുന്നത് ADEK ആണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. അതായത് വെള്ളം കുടിക്കാൻ പോലും സമയം കിട്ടില്ല, ബിസി ആയിരുന്നു എന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. അപ്പൊ റൈറ്റ് ആൻസർ ആണ് വരുന്നത് 2 10th ലെവൽ പ്രിലിം സ്റ്റേജ് 5 ചോദിച്ചുള്ള ചോദ്യമായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏത്? ഏതാണ് താഴെ കൊടുത്തിരിക്കുന്ന വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ? നമ്മൾ പറഞ്ഞിരുന്നില്ല, ബിസി ആയതുകൊണ്ട് വെള്ളം കുടിക്കാൻ സമയം കിട്ടില്ല. അപ്പൊ ഏതാണ് വെള്ളത്തിൽ ലയിക്കുന്നത്? വൈറ്റമിൻ ബി ആണ്. ഇയും എയും ഡിയും ഒക്കെ എവിടെയാ? കൊഴുപ്പിലാണ് ലയിക്കുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ട് ജീവകം ഏതാ? ജീവകം ഡി ആണ് അല്ലെ. ജീവകം ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഇതിനകത്ത് എങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ വൈറ്റമിൻ എ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. എന്താണ് കൺഫ്യൂഷൻ? പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണം ഏതാ? വൈറ്റമിൻ എ ആണ്. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യപരമായിട്ടുള്ള വളർച്ചയ്ക്ക് ഏതാ? അത് വൈറ്റമിൻ ഡി ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ശരീരത്തെ കാൽസ്യം ആഗീകരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ ഡി. നമ്മൾ നോക്കിയായിരുന്നു അല്ലെ. അടുത്തത് ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാ? കൊബാൾട്ട്. നമ്മൾ പറഞ്ഞിരുന്നല്ലേ, കൊബാൾട്ട് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗീകരണം ഉത്തേജിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ സി ആണ് ഇരുമ്പിന്റെ ആഗീകരണം ഉത്തേജിപ്പിക്കപ്പെടുന്ന വൈറ്റമിൻ. പാകം ചെയ്ത നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ സി ആണ് പാകം ചെയ്ത നഷ്ടപ്പെടുന്ന ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നറിയപ്പെടുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പൊ വൈറ്റമിൻ സി ആണ് പാകം ചെയ്ത നഷ്ടപ്പെടുന്ന വൈറ്റമിൻ. ചുവടെ നൽകിയിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന ഏതാണ് എച്ച് ആയിട്ട് വരുന്നത്? ബയോട്ടിൻ ആണ് അല്ലെ. ബയോട്ടിൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ നോക്കിയായിരുന്നു 10th ലെവൽ സ്റ്റേജ് 1ലും 4ലും ചോദിച്ചുള്ള ചോദ്യമാണ് കേട്ടോ. ജീവകം B6ന്റെ രാസനാമം ഏതാണ്? പിരിയോഡിക്സിനാണ് B6ന്റെ രാസനാമമായിട്ട് വരുന്നത്. അടുത്തത് അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം ഏതാ? ജീവകം സി ആണ് അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാ? ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത് വരുന്നത്. വൈറ്റമിൻ എ റെറ്റിനോള്, വൈറ്റമിൻ ബി തയാമിൻ, മറ്റേത് വൈറ്റമിൻ ഇ ടോക്കോഫെറോള് കറക്റ്റ് ആണ് വരുന്നത്. വൈറ്റമിൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് അല്ലാത്തതായിട്ട് വരിക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട എപ്പോഴും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവകങ്ങളും ധാതുക്കളുമാണ് നമ്മൾ ക്ലാസ് നോക്കിപ്പോയത്. അപ്പൊ മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോരുക. അപ്പൊ നിങ്ങൾക്കുള്ള ഫുൾ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ്. വേണ്ടവർ മെസ്സേജ് അയക്കുക. ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം അതിനകത്ത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്.
ഉറപ്പായിട്ട് സ്റ്റഡി മെറ്റീരിയൽ ചോദ്യങ്ങൾ ഉണ്ടാവും. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും, ഉറപ്പായിട്ട് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.